കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനം കേരളത്തിന് പുത്തരിയല്ല. നമ്മൾ നേരത്തെയും കഴിക്കുന്ന ഭക്ഷണം മുടക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം തിരിച്ചറിഞ്ഞവരാണ്. പ്രളയകാലത്ത് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി നൽകിയ അരിക്ക് പോലും പണം പിടിച്ചു പറിച്ച ചരിത്രമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. എന്നിട്ടും അരിശം തീരാത്തതുപോലെയാണ് നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി പോലും മുടക്കാൻ തയ്യാറാകുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയവരിൽ നിന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. നമ്മൾ കേരളത്തിൽ രാജ്യത്തിനാകെ മാതൃകയായ പൊതുവിതരണ സമ്പ്രദായമാണ് നേരത്തെ മുതൽ സ്വീകരിച്ചു വരുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് സംസ്ഥാനം തുറന്നു വരുന്നത്. ഇപ്പോൾ വിവിധ രീതിയിൽ പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സംസ്ഥാനം സ്വീകരിച്ചു പോകുന്നത്. നാം ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ച ഘട്ടം നമ്മുടെ കോവിഡ് മഹാമാരിയുടെ ഘട്ടം. ആ ഘട്ടത്തിൽ നല്ല രീതിയിൽ സംസ്ഥാനം ഇടപെട്ടു എന്നുള്ളതാണ് പൊതുവെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും അനുഭവം. ആ ഘട്ടത്തിൽ പലയിടത്തും പലർക്കും പട്ടിണി കിടക്കേണ്ടി വന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധത്തോടെ തന്നെയുള്ള ഇടപെടൽ ഇവിടെ നടത്താൻ നമുക്ക് കഴിയും. അതിൻ്റെ ഭാഗമായി ജനകീയ ഹോട്ടലുകൾ, സാമൂഹിക അടുക്കളകൾ, എല്ലാ വീടുകളിലും റേഷൻ കടകൾ വഴി തന്നെ ഭക്ഷ്യക്കിറ്റുകൾ, ഭക്ഷ്യധാന്യങ്ങളുടെ കിറ്റുകൾ, ഇങ്ങനെയെല്ലാമുള്ള നടപടികൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് നമുക്ക് നടത്താൻ കഴിയുക. നമ്മുടെ കേരളത്തിലെ ആദിവാസി ഊരുകളിലും ലേബർ സെറ്റിൽമെൻറ്റുകളിലും മൊബൈൽ റേഷൻ ഷോപ്പുകൾ വഴി ഭക്ഷ്യധാന്യം എത്തിക്കുന്ന നടപടികൾ നാം സ്വീകരിച്ചു. ഇതിനു പുറമെ നാം ഒരു നടപടിയെടുത്തു. 4 തരം റേഷൻ കാർഡാണിപ്പോൾ. നമ്മളിവിടെ 5ാമതൊരു റേഷൻ കാർഡും എടുത്തു. റേഷൻ കാർഡ് വിതരണം ചെയ്തു. അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, കന്യാസ്ത്രീ മഠങ്ങൾ, വൃദ്ധസദനങ്ങൾ, ആശ്രമങ്ങൾ, ഇവയിലെല്ലാമുള്ള അന്തേവാസികൾക്ക് റേഷൻ ഉറപ്പാക്കുന്നതിനാണ് 5ാമതൊരു റേഷൻ കാർഡ് ഏർപ്പെടുത്തിയത്. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായി റേഷൻ കാർഡുകൾ
നൽകുകയുണ്ടായി.